happy bachelor shines like gold. A click away, a smile begins. ബിസിനസ്സിൽ വിജയിക്കാൻ വെറുമൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് മാത്രം മതിയെന്ന് പലരും പറയാറില്ലേ? സത്യത്തിൽ അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ബിസിനസ്സിൽ എപ്പോഴും മികച്ച റിസൾട്ട് ഉണ്ടാക്കുന്നവർ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നതെന്നാണ്. നെപ്പോളിയൻ ഹില്ലിന്റെ ആശയങ്ങളെ അടിസ്ഥാനമാക്കി പോസിറ്റീവ് തിങ്കിങ്ങിനും അപ്പുറമുള്ള യഥാർത്ഥ വിജയരഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ പ്രധാനമായും 4 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. പോസിറ്റീവ് തിങ്കിംഗ് ട്രാപ്പ്, എന്താണ് ഈ സൈക്കോളജിക്കൽ ഫ്രെയിംവർക്ക്, ഹില്ലിന്റെ 3 പ്രധാന നിയമങ്ങൾ, പിന്നെ ഏറ്റവും പ്രധാനമായി ഇതിന്റെയൊക്കെ പ്രാക്ടിക്കൽ വശം. വെറും ഫിലോസഫി അല്ല കേട്ടോ. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സെയിൽസ് ടീമിനെ ലീഡ് ചെയ്യുന്ന ആളാണെങ്കിലോ നിങ്ങൾക്ക് ഇന്ന് തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന വ്യക്തമായ കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ ഡെയിലി ബിസിനസ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ നിങ്ങൾക്ക് കൃത്യമായൊരു സിസ്റ്റം ഉണ്ടോ? അതോ നിങ്ങളുടെ അന്നത്തെ മൂഡും പെട്ടെന്ന് വരുന്ന ഡെഡ്ലൈനുകളും അനുസരിച്ചാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? നിങ്ങളോട് തന്നെ സത്യസന്ധമായി ഈ ചോദ്യം ഒന്ന് ചോദിച്ചു നോക്കൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യത്തിലേക്ക് വരാം, ഈ പോസിറ്റീവ് തിങ്കിംഗ് ട്രാപ്പ്. എന്തിനാണ് നമ്മൾ എപ്പോഴും മോട്ടിവേഷൻ മാത്രം പോരാ എന്ന് പറയുന്നത്? നിങ്ങളെ ടീമിൽ നടത്തുന്ന ആ പ്രശസ്തമായ മോട്ടിവേഷൻ മീറ്റിംഗുകൾ മാത്രം എങ്ങനെയാണ് അവരെ പരാജയത്തിലേക്ക് നയിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഒരുപാട് പേർക്ക് പറ്റുന്ന അബദ്ധം എന്താണെന്നോ? എല്ലാം ശരിയാകുമെന്ന് വെറുതെ വിശ്വസിച്ചിരിക്കും. സത്യത്തിൽ അത് ആളുകളെ കുറച്ചുകൂടി അലസന്മാരാക്കുകയാണ് ചെയ്യുന്നത്. അതൊരു പകൽക്കിനാവ് മാത്രമായി മാറും. എന്നാൽ ഒരു ഫ്രെയിംവർക്ക് തിങ്കിങ് അങ്ങനെയല്ല. അവിടെ എനിക്ക് കഴിയും, പക്ഷെ അതിനായി ചില കാര്യങ്ങൾ ഞാൻ ദിവസവും ചെയ്തേ പറ്റൂ എന്നൊരു കൃത്യമായ പ്ലാൻ ഉണ്ടാകും. ഇതാണ് ഇവ തമ്മിലുള്ള വലിയ വ്യത്യാസം. ഈ ഒരു ചോദ്യം മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഒരു സെയിൽസ് ടീമിനെ ട്രെയിൻ ചെയ്യണമെന്ന് കരുതുക. കൃത്യമായൊരു ഡെയിലി സ്ട്രക്ചർ ഇല്ലാതെ വെറും ഒരു മോട്ടിവേഷൻ മീറ്റിംഗ് കൊണ്ട് അവർക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? നെപ്പോളിയൻ ഹില്ലിന്റെ പഠനങ്ങൾ പറയുന്നത് കൃത്യമായൊരു സൈക്കോളജിക്കൽ സിസ്റ്റം ഇല്ലാതെ ഈ ഇടയ്ക്കിടെ ലഭിക്കുന്ന മോട്ടിവേഷനെ മാത്രം നിങ്ങൾക്ക് ഒരു വിജയവും നേടിത്തരാൻ കഴിയില്ലെന്നാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ഈ ടോപ്പ് പെർഫോമേഴ്സിന്റെ യഥാർത്ഥ സീക്രട്ട്? പോസിറ്റീവ് തിങ്കിംഗ് മാത്രം പോരെങ്കിൽ പിന്നെ എന്താണ് വേണ്ടത്? അതാണ് നമ്മുടെ രണ്ടാമത്തെ ഭാഗം. എന്താണ് സൈക്കോളജിക്കൽ ഫ്രെയിംവർക്ക്? ശ്രദ്ധിക്കുക, ഇതൊരു വികാരമോ ഫീലിംഗോ അല്ല കേട്ടോ. ഇതൊരു കൃത്യമായ ചിട്ടയാണ്. പ്രശ്നങ്ങളെ നേരിടാനും തീരുമാനങ്ങൾ എടുക്കാനും ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന ഫിക്സ്ഡ് ആയ ഒരു സിസ്റ്റം. നിങ്ങൾക്ക് തീരെ മോട്ടിവേഷൻ ഇല്ലാത്ത ദിവസങ്ങളിൽ പോലും കാര്യങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സിസ്റ്റം നമ്മളെ സഹായിക്കും. ഈ ഫ്രെയിംവർക്കിനെ വളരെ സിമ്പിൾ ആയിട്ട് 3 ആയിട്ട് തിരിക്കാം. 1. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട വ്യക്തമായ ഒരു ലക്ഷ്യം. 2. അമിതമായി ചിന്തിക്കാതെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുക, എടുത്ത തീരുമാനങ്ങൾ പെട്ടെന്ന് മാറ്റാതിരിക്കുക. 3. ഒരു ഹാബിറ്റ് ലൂപ്പാണ്. അതായത് കസ്റ്റമേഴ്സിനെ വിളിക്കുക, ഫോളോ അപ്പ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ഒരു ശീലമായിട്ട് ദിവസവും റിപ്പീറ്റ് ചെയ്യുക. ഇനി 3ാമത്തെ സെക്ഷനിലേക്ക് വരാം. ഹില്ലിന്റെ 3 പ്രധാന നിയമങ്ങൾ. നെപ്പോളിയൻ ഹില്ലിന്റെ ഈ ഫിലോസഫിയെ ഏത് ബിസിനസ്സിനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള 3 കിടിലൻ പ്രാക്ടിക്കൽ നിയമങ്ങളാക്കി മാറ്റാൻ കഴിയും. ആ 3 നിയമങ്ങൾ ഇവയാണ്. ആദ്യത്തെ സ്റ്റെപ്പ്, നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം കൃത്യമായി എഴുതിവെക്കുക എന്നതാണ്. രണ്ടാമതായി, ഒരു കൺഫ്യൂഷനുമില്ലാതെ കൃത്യമായ റോളുകളോടെ എല്ലാവരും ചേർന്ന് ചിട്ടയായി പ്രവർത്തിക്കുക. ഇനി 3ാമത്തേത്, നിങ്ങൾക്ക് സ്വാഭാവികമായി കിട്ടിയിട്ടുള്ള കഴിവുകൾ കൃത്യമായി ഉപയോഗിക്കുക. അത് നന്നായി സംസാരിക്കാനുള്ള കഴിവോ കണക്കുകൾ നോക്കാനുള്ള കഴിവോ എന്തുമാകാം. ഇവിടെയാണ് നിങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ആ ചോദ്യം വരുന്നത്. നിങ്ങളുടെ മുഖ്യ ലക്ഷ്യം എന്താണ്? അതിനുവേണ്ടി നിങ്ങളുടെ സമയമോ ഉറക്കമോ അങ്ങനെ എന്ത് ത്യാഗമാണ് നിങ്ങൾ സഹിക്കാൻ റെഡിയായിട്ടുള്ളത്? ലക്ഷ്യങ്ങൾ വെറുതെ ഉണ്ടായാൽ പോരാ, അതിനുവേണ്ടിയുള്ള ത്യാഗസന്നദ്ധത കൂടിയേ തീരും എന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇനി നമ്മൾ അവസാനത്തെ സെക്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ പറഞ്ഞ തിയറികളെല്ലാം എങ്ങനെ നമ്മുടെ ബിസിനസ്സിൽ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാം എന്ന് നോക്കാം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സംരംഭകർക്കും സെയിൽസ് ടീമുകൾക്കുമൊക്കെ ഇതെങ്ങനെ ഡെയിലി അപ്ലൈ ചെയ്യാം എന്നാണ് ഇനി പറയുന്നത്. സംരംഭകരെ സംബന്ധിച്ച് വിജയമെന്നത് ഒരു മാജിക് ഒന്നുമല്ല. നമ്മുടെ മൈൻഡ് സെറ്റിനെ ഒരു ഡെയിലി പ്ലാനിലേക്ക്, കൃത്യമായി പറഞ്ഞാൽ മെഷർ ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറ്റുന്നതാണ് യഥാർത്ഥ സീക്രട്ട്. അപ്പോഴാണ് ബിസിനസ്സിൽ കൃത്യമായ റിസൾട്ടുകൾ ഉണ്ടാകുന്നത്. സെയിൽസ് ടീമിനെ മാനേജ് ചെയ്യുന്നവർ ഈയൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ടീം ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തത് അവർക്ക് മോട്ടിവേഷൻ ഇല്ലാത്തതുകൊണ്ടല്ല, മറിച്ചവർക്ക് ഫോളോ ചെയ്യാൻ ഒരു ഫിക്സഡ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ്. ഈയൊരു ചിന്ത നിങ്ങളുടെ ഒരു മന്ത്രമായിരിക്കണം.
മികച്ച റിസൾട്ട് ഉണ്ടാക്കുന്നവർ റാൻഡം ആയിട്ടല്ല ജോലി ചെയ്യുന്നത്. അവർക്കൊരു കൃത്യമായ പാറ്റേൺ ഉണ്ട്. രാവിലെയുള്ള പ്ലാനിംഗ്, ഫിക്സഡ് ആയിട്ടുള്ള കസ്റ്റമർ ലിസ്റ്റ്, കസ്റ്റമർ നോ എന്ന് പറയുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനുള്ള സ്ക്രിപ്റ്റ്, പിന്നെ വൈകുന്നേരമുള്ള റിവ്യൂ. ഇതൊരു കംപ്ലീറ്റ് സിസ്റ്റമാണ്. നിങ്ങളുടെ ടീമിനോട് സംസാരിക്കുമ്പോൾ പറയാൻ പറ്റിയ ഒരു കിഡിലൻ പോയിന്റാണിത്. നിങ്ങളെപ്പോഴും പോസിറ്റീവായി ചിന്തിച്ചിട്ടും നിങ്ങൾക്ക് റിസൾട്ട് വരുന്നില്ലെങ്കിൽ കുഴപ്പം നിങ്ങളുടെ ചിന്തയിലല്ല, പ്രശ്നം നിങ്ങളുടെ ആ സൈക്കോളജിക്കൽ ഫ്രെയിംവർക്കിലാണ്. അത് മാറ്റിയേ തീരൂ. നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. പോകുന്നതിനു മുൻപ് നിങ്ങളൊന്ന് നിങ്ങളുടെ ടീമിനെയോ ബിസിനസ്സിനെയോ വിലയിരുത്തി നോക്കൂ. വ്യക്തമായ ലക്ഷ്യം, ചിട്ടയായ പരിശ്രമം, സ്വന്തം കഴിവുകളുടെ ഉപയോഗം, ഈ 3 നിയമങ്ങളിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഏറ്റവും ദുർബലമായിട്ടുള്ളത് ഏതാണ്? അതൊന്ന് കണ്ടെത്തി പരിഹരിച്ചാൽ തന്നെ നിങ്ങളുടെ ബിസിനസ് വേറൊരു ലെവലിലെത്തും. തീർച്ചയാണ്. വീണ്ടും കാണാം. Shop, spread the word both far and near. A better way to shop is here.